Hello dear students, welcome back to UG Food. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AFMC അഥവാ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾ ഡ്രീം ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ് AFMC എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രീമിയർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AFMC എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് MUHSൻ്റെ അണ്ടറിലാണ്, അഥവാ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. നിങ്ങൾക്ക് അറിയായിരിക്കും AFMC സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്ര പൂനെയിലാണ്. സോ ഇറ്റ്സ് കംസ് അണ്ടർ അഫിലിയേറ്റഡ് അണ്ടർ MUHS. ഇനി നോക്കുകയാണെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അണ്ടറിലാണ് ഇതിലുള്ള കോഴ്സുകൾ MBBS കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. MBBSനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യൂഷ്വൽ നോർമൽ MBBS ഡിഗ്രി തന്നെയാണ് ഇവിടെയും. 4.5 years ഓഫ് MBBS പ്ലസ് 1 year ഓഫ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ 1 year ഓഫ് ഹൗസ് സർജൻസി. ആൻഡ് സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 145 സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ റിസർവേഷൻ ഉണ്ട്. 115 എണ്ണം ബോയ്സിന് ആൻഡ് 30 എണ്ണം ഗേൾസിന് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇനി ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് പർപ്പസാണ് മെയിൻലി: ഡോക്ടേഴ്സ് ഫോർ ആംഡ് ഫോഴ്സസ്, ഒപ്പം തന്നെ സിവിലിയൻ സെക്ടേഴ്സിനും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ: കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി അൺമാരീഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. സോ അഡ്മിഷൻ്റെ സമയത്ത് അൺമാരീഡ് ആയിരിക്കണം. വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ ഇയറിൻ്റെ December 31 എടുക്കുകയാണെങ്കിൽ 17 വയസ്സ് ആയിരിക്കണം. ഓക്കെ, സോ മിനിമം ഏജ് 17 years by 31st December ഓഫ് അഡ്മിഷൻ ഇയർ. അടുത്തൊരു കാര്യം, മാക്സിമം ഏജ് അവിടെ ഒരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. നമുക്കറിയാം നീറ്റിൻ്റെ കേസിൽ പൊതുവെ ഒരു ഏജ് ക്രൈറ്റീരിയ വരുന്നില്ല, ഇതുവരെ ഇല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് AFMCയിൽ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഏജ് ഷുഡ് ബി 24 years. ഇനി അഡ്മിഷൻ ത്രൂ നീറ്റാണ്, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. AFMCയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നീറ്റ് മുഖാന്തരമാണ്. നീറ്റിന് എന്ത് ചെയ്യണം, നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, AFMCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നീറ്റിൻ്റെ സ്കോർ മാത്രമല്ല, അവിടെ വേറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും വരുന്നുണ്ട്. ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അവിടെ നടക്കുന്നുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ വിൽ ബി ദർ. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ നീറ്റിൻ്റെ റാങ്കിൻ്റെ ബേസും അവിടെ എന്ത് ചെയ്യുന്നതാണ്, പരിഗണിക്കുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി AFMCനെ യുണീക്കാക്കി നിർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം അവിടെ ഒരു മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും അലോങ് വിത്ത് എന്താണ് നിങ്ങളുടെ MBBS കോഴ്സിൻ്റെ കൂടെ ഒരു മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ഈ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ദേ മസ്റ്റ് ജോയിൻ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം, രീതിയിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MBBS കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു കമ്പൽസറി സർവീസ് പീരിയഡും ഉണ്ടാവും. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബോണ്ട് ഉള്ളൊരു കമ്പൽസറി സർവീസ് പീരിയഡും ഉണ്ടാവുന്നതാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ മെയിൻലി നിങ്ങൾക്ക് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആവാം, ഇന്ത്യൻ ആർമിയിൽ, നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിലൊക്കെ ആവാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് PG എടുക്കാൻ സാധിക്കുന്നതാണ്. MD അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആസ് യൂഷ്വൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സിവിലിയൻ മെഡിക്കൽ പ്രാക്ടീസ് ഓർ റീസെർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് സെക്ടേഴ്സിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദീസ് ആർ ദി കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇനി AFMC എടുക്കണമെങ്കിൽ അതിനെ യുണീക്കാക്കി നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ഡിസിപ്ലിൻഡ് സ്ട്രക്ചറാണ്. മെയിൻലി നിങ്ങൾക്ക് ആർമിയിലോ അല്ലെങ്കിൽ നേവിയിലോ അല്ലെങ്കിൽ എയർഫോഴ്സിലോ ഒക്കെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AFMC ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ ഹൈലി ഡിസിപ്ലിൻ മിലിറ്ററി എൻവയോൺമെൻറ്റ്, ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് അവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ അഡ്വാൻസ്ഡ് മിലിറ്ററി ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് നാഷണൽ ലെവൽ റെപ്യൂട്ടേഷൻ ആൻഡ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾ AFMCയിൽ ആണ് MBBS ആയിട്ട് എടുക്കുന്നതെങ്കിൽ, MBBS ചൂസ് ചെയ്യുന്നെങ്കിൽ അതിന് അതിൻ്റേതായുള്ള രീതിയിലുള്ള വലിയ റെപ്യൂട്ടേഷനും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് AFMCനെ കുറിച്ച് പറയാനുള്ളത്. സോ AFMC സെൻട്രിക് ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അതിന് ബേസ്ഡ് ആയിട്ട് നീറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നല്ല രീതിയിൽ തന്നെ പഠിക്കുക ആൻഡ് AFMCയിൽ എത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.